നിഖിൽ ഉള്ളത് ദീപകിന്റെ വസതിയിലാണ്. നേരത്തെ അവരുടെ ബന്ധുക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. കടുത്ത ശിക്ഷ നൽകണം, ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ സാധിക്കരുത് ഷിംജിതയ്ക്ക് എന്ന തരത്തിൽ. എങ്ങനെയാണ് അവരുടെ പ്രതികരണം? അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെല്ലാവരും ഈ പ്രതി പിടിയിലായി എന്നുള്ള വാർത്ത ഈ വീട്ടിൽ അറിഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ ഇന്നലെ സഞ്ചയനം കഴിഞ്ഞിട്ടും ദീപകിന്റെ വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തുടരുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശം അവസ്ഥയിലാണ് ദീപകിന്റെ മാതാവും പിതാവും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം. ഇവിടെ ഈ വീട്ടിൽ നിന്ന് പലരും ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അവർ പറയുന്നത് ഇവിടെ വരണം, ആ പ്രതിയെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് അവരിൽ പലരും ഉന്നയിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം സ്റ്റേഷനിലേക്ക് ആയിരിക്കില്ല നേരിട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന് മുന്നിലെ ഒരു വെല്ലുവിളി എന്നുള്ളത് കോടതി സമയം അവസാനിക്കാറാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും പിന്നീട് എത്തിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് എന്തുകൊണ്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അവർക്ക് ഒരു ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കാത്തത് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുപോകുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ദീപകിന്റെ ഒരു ബന്ധു നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ പിടിയിലായി എന്നുള്ള വാർത്ത ആദ്യം കേട്ടപ്പോൾ തന്നെ എന്താണ് കുടുംബത്തിന്റെ പൊതുവിലുള്ള ഒരു വികാരം? പൊതുവിലുള്ള വികാരം നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ കണ്ടാൽ തന്നെ ചിത്രീകരിച്ചാൽ മനസ്സിലാവും. ആ കുട്ടിയെ വളരെ സേഫായ രീതിയിലാണ് കൊണ്ടുവന്നത്. അവർ ഐഡന്റിറ്റി ഒരു കാരണവശാലും പുറത്താക്കുന്ന രീതിയിലാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൊണ്ടുപോകുന്ന വാഹനം, ആ വാഹനം നിറച്ചും കൂളിങ്, ഇതൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ ആ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തിനാണ് ഈ ഒരു പോലീസ് ജീപ്പ് ഈ നമ്മളെ കേരള സംസ്ഥാനത്ത് പോലീസ് ജീപ്പ് ഇല്ലാഞ്ഞിട്ടാണോ അവർ സ്വകാര്യവാഹനത്തിൽ കൊണ്ടുപോയെന്നുള്ളത് നമുക്ക് വളരെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പോലീസ് പറയുന്നത് പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നതാണ്. അതായത് ഒരു പോലീസുകാരൻ്റെ തന്നെ കാറിലാണ് കൊണ്ടുവരുന്നത്. പ്രതിഷേധങ്ങൾ ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇതൊരു ഒരു ഒരു ഹൈ റേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതിലും വലിയ കുറ്റവാളികളെ പോലീസ് ജീപ്പിലല്ല കൊണ്ടുപോകാറ്. നിങ്ങൾ കണ്ടു തന്നെയല്ലേ ഇതിന് മുന്നേ നമ്മൾ ഇപ്പോൾ ഒരു ആഴ്ച മുന്നേ അവരുടെ വലിയ വലിയ കേസുകളായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലീസ് ജീപ്പിലല്ലേ. അപ്പോൾ പിന്നെ എന്താ അതിൽ ഇത്ര ഒരു പ്രശ്നം തോന്നാനുള്ള കാരണം? ഭയങ്കര സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് തുടക്കം മുതലുള്ള സംശയങ്ങൾ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഫോൺ റിക്കവർ ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. ആ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് മെയിൻ ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ്. ആ ഫോൺ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് കിട്ടിയോ എന്നുള്ളത് പോലീസ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പിന്നെ നേരെ അവരെ കൊയിലാണ്ടി കോടതി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു, മെഡിക്കൽ എടുക്കുന്നു. അവിടെ ഉള്ള ഒരാൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളാണെന്നുള്ളത് പോലും. എന്തിനാണ് ഇത്രയും സീക്രട്സി? ഈ ലോകം മുഴുവൻ കണ്ട ആ ഒരു മുഖം പിന്നെ എന്തിനാണ് ഇവർ മറച്ചു വെക്കുന്നത്? അപ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ ദീപകിന്റെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഈ വിഷയത്തിലെ നിഷ്ക്രിയത്വത്തെക്കുറിച്ച്, അവർ കാര്യമായി ഈ കേസിനൊരു വേണ്ടുന്ന പരിഗണന നൽകാത്തതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നുണ്ട്. അതേ സമയത്താണ് ഇപ്പോൾ ഈ അറസ്റ്റിന് ശേഷമുള്ള സാഹചര്യവും, അതായത് പോലീസ് വാഹനം ഉണ്ടായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറിൽ എന്തിനൊരു പ്രതിയെ ഇത്തരത്തിൽ അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുത്ത് കൊണ്ടുവരണം എന്നുള്ള ചോദ്യമാണ് വരുന്നത്. നമ്മുടെ കമന്റ് ബോക്സ് അടക്കം പരിശോധിക്കുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതും ആ ചോദ്യം തന്നെയാണ്. അനുജ, ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവരെ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഏതായാലും പോലീസ് സ്റ്റേഷൻ പരിസരത്തൊക്കെ ഒട്ടേറെ പേർ അവരെ കാണാൻ കാത്തു നിൽപ്പുണ്ട്. വലിയ പ്രതിഷേധത്തിനൊക്കെയുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.